അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ 3 അവസ്ഥകളെ മരണസമയത്ത് ചുമരിലേക്ക് ചെരിഞ്ഞു കിടന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിലുണ്ടായ ഒരു രണ്ടാമത്തെ ഘട്ടം അദ്ദേഹം പറയുകയാണ്. അത് ഇസ്ലാമിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന കാര്യമാണ്. അങ്ങനെ നബിയുടെ അടുക്കൽ ചെന്നു, മുസ്ലിം ആകാൻ വേണ്ടി നബിയോട് പറഞ്ഞു, നബിയെ കൈ നീട്ടൂ, ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടി. നബി കൈ നീട്ടിയപ്പോൾ അംർ ഇബ്നുൽ ആസ് ബേക്കോട്ട് വലിച്ചു കൈ. അപ്പൊ നബി ചോദിച്ചു, എന്തേ അംറേ നീ കൈ വലിച്ചത്? അപ്പൊ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ചില ഉപാധികൾ ഷർത്ത് വെക്കാനുണ്ട്. ആ ഷർത്ത് ഉപാധി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിലേ ഞാൻ ബൈഅത്ത് ചെയ്യുള്ളൂ. അപ്പൊ നബി ചോദിച്ചു, എന്താ അംറേ നിനക്കുള്ള ഉപാധി? മുസ്ലിം ആകാൻ നിനക്കെന്ത് ഉപാധിയാ? അപ്പൊ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഗ്ഫറ ലീ. നേരത്തെ മുശ്രിക്കുകൾക്കുണ്ടായ അതേ തോന്നൽ, ഞാൻ ശിർക്ക് ചെയ്തിട്ടുണ്ട്, കൊല നടത്തിയിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, തിന്മകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് തെറ്റാണോ ചെയ്തത് ആ തെറ്റുകളൊക്കെ മുസ്ലിം ആകുന്നതോടുകൂടി എനിക്ക് പൊറുക്കപ്പെടണം. ഈ ഉപാധി സ്വീകരിക്കുകയാണെങ്കിലേ ഞാൻ മുസ്ലിം ആകുള്ളൂ, എങ്കിലേ ഞാൻ നിങ്ങൾക്ക് കൈ തന്ന് ബൈഅത്ത് നൽകുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ആസിനോട് തിരിച്ചു ചോദിച്ചു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ ഖബല. അല്ല അംറേ, നിനക്കറിഞ്ഞുകൂടെ ഇസ്ലാം അതിന് മുമ്പുള്ളതിനെ പൊളിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ, ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി മുസ്ലിം ആകുന്നതിന് മുമ്പ് എന്തൊക്കെ തിന്മകൾ അയാൾ ചെയ്തുവോ അതിനെയൊക്കെ പൊളിച്ച് പരത്തിക്കളയും. പിന്നെയോ ഇസ്ലാം ആയതിനു ശേഷമേ അവന് ശിക്ഷയുള്ളൂ. കാരണം അതിന്റെ മുമ്പ് അവൻ ഇസ്ലാമിലല്ല, അവൻ ഈ കാര്യം മനസ്സിലായിട്ടില്ല, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അപ്പൊ ഇസ്ലാം ഉൾക്കൊണ്ട് വിശ്വാസവും തൗബയും അമലു സാലിഹും ഉണ്ടായാൽ മുമ്പുള്ളതിനെ അള്ളാഹു പൊളിച്ചു കളയും. രണ്ടാമത്തേത് വാന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബലഹ. ഒരാൾ ഹിജ്റ ചെയ്താൽ ഹിജ്റക്ക് മുമ്പ് ചെയ്ത പാപങ്ങൾ, ഹിജ്റന്റെ മുമ്പ് ഒരാൾ മുസ്ലിമായി കുറെ കാലം ജീവിച്ചു, മക്കയിൽ 13 വർഷം ജീവിച്ചിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അപ്പൊ മുസ്ലിമായതിന് ശേഷം പിന്നെ ഒരു 13 കൊല്ലം ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹിജ്റക്ക് ശേഷം മുമ്പത്തെ 13 കൊല്ലം ചെയ്ത തെറ്റുകളും ഒക്കെ പൊളിച്ചു കളയും ഹിജ്റ. ഇവിടെ 13 കൊല്ലം. ഇനി ഒരാള് ഹിജ്റ എന്ന് അവസാനിച്ചിട്ടില്ല. ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് ഹിജ്റ ഇനി ഇല്ല എന്നാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഹിജ്റ ലോകാവസാനം വരെ ഉണ്ട് എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഹിജ്റ പോകാനില്ല, ഇവിടെ ആയുധം എടുക്കണം എന്ന് പഠിപ്പിക്കുന്ന തീവ്രവാദത്തിന്റെ ആളുകളുണ്ട്. അത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ്. ഹിജ്റ മുമ്പുള്ളതിനെ പൊളിച്ചു കളയുന്നു. ഒരാൾ 10-60 കൊല്ലം ജീവിച്ചു, എന്നിട്ട് അയാൾ ഹിജ്റ പോകേണ്ടി വന്നു എങ്കിൽ എന്താണ്, ആ ജീവിച്ച ഹിജ്റക്ക് മുമ്പുള്ള എത്ര കൊല്ലമുണ്ടോ അത്ര കൊല്ലം ചെയ്ത പാപങ്ങളൊക്കെ ഈ ഹിജ്റ പൊളിച്ചു കളയും. അതിന്റെ പേരിൽ അയാൾക്ക് ശിക്ഷയുണ്ടാവുകയില്ല. ഇത് രണ്ടും. മൂന്നാമത്തെ തന്നെ ഹജ്ജാണ്. ശരിയായ ഇസ്ലാം ഇല്ലാത്ത, ഇപ്പൊ ശിർക്കിലും ബിദ്അത്തിലും ഖുറാഫാത്തിലും ഖബർ പൂജയിലും ഒക്കെ ജീവിച്ച ഒരാൾ അത് ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വന്നാൽ മുമ്പത്തത് പോയി. ഇനി ഒരാൾ മുസ്ലിം ആയിരുന്നു പേരിന്, പക്ഷെ നമസ്കാരമില്ല, നോമ്പില്ല, ഇബാദത്തുകളില്ല, പള്ളി പോകലില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നില്ല, അങ്ങനെ ഗുരുതരമായ തെറ്റിൽ പേരിൽ മാത്രം മുസ്ലിമായി ഒരാൾ ജീവിച്ചു, അയാൾ പശ്ചാത്തപിച്ചു, ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടു എങ്കിൽ മുമ്പതൊക്കെ അള്ളാഹു മായ്ച്ചു കളയും. അതുപോലെ ഹിജ്റക്ക് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അതുവരെ അതിന് അവസരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്, ഖുർആനും ഹദീസും പഠിപ്പിച്ചത്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അവിടെയും ഈ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു പാപമുക്തനായ കുട്ടിയെ പോലെ നമുക്കും മാറാൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അമുസ്ലിമായ ഒരാൾ മുസ്ലിമായി, അല്ലെങ്കിൽ ഒരാൾ ജന്മനാ കാനേഷുമാരി മുസ്ലിമാണ്, അങ്ങനെ മാപ്പിളയായി ജീവിക്കുന്നു എന്നല്ലാതെ ഒരു ഇസ്ലാമും അയാളിൽ ഇല്ല എങ്കിൽ അയാളുടെ സ്ഥിതി എന്തായിരിക്കും? ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണത്? ഞങ്ങൾ ജാഹിലിയത്തിൽ നിന്ന് അത് ഒഴിവാക്കി പിന്നെ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ നബിയോട് ഒന്ന് ചോദിക്കാൻ, യാ റസൂലല്ലാഹ്, അല്ലയോ നബിയെ, അനു ആഖദു ബിമാ അമിൽനാ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിൽ ഞങ്ങൾ ചെയ്ത തിന്മകളുടെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? നേരത്തെ എന്താ മനസ്സിലാക്കിയത്? ശിക്ഷിക്കപ്പെടൂല. അപ്പൊ നബി പറഞ്ഞു, ഖാല അമ്മാ മൻ അഹ്സന മിൻകും ഫിൽ ഇസ്ലാം ഫലാ യുആഖദു ബിഹാ. ജാഹിലിയത്തിൽ പെരുന്തമ്മാടിയായി കാഫറായി മുശ്രിക്കായി ജീവിച്ചു, പിന്നെ ഇസ്ലാമിലേക്ക് വന്നു എങ്കിൽ അവൻ ജാഹിലിയത്തിൽ ചെയ്ത തിന്മ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയില്ല. പക്ഷേ ഒരു ഉപാധി എന്താ? മൻ അഹ്സന മിൻകും ഫിൽ ഇസ്ലാം. പേരിന് മാപ്പിളായ പോരാ, ജാഹിലിയത്തിലുള്ള എല്ലാ ദുരാചാരങ്ങളും തെറ്റായ വിശ്വാസങ്ങളും മാറ്റി അവന്റെ ഇസ്ലാമിനെ അവൻ നന്നാക്കണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്താണോ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറയുന്നത്, ചെയ്യരുതെന്ന് പറയുന്നത്, ഇത് രണ്ടും പാലിച്ച് മുഹ്സിനായ, ശരിയായ, നല്ലവനായ ഒരു മുസ്ലിമായി മാറിയാൽ, അപ്പൊ എന്താ, ജാഹിലിയത്തിൽ നിന്ന് ജീവിതത്തിൽ മാറ്റണ്ടായി. ജീവിതത്തിലെ മാറ്റമാണ് ഇവിടെ പരിഗണിക്കുന്നത് എങ്കിൽ ജാഹിലിയത്തിൽ ചെയ്ത തിന്മയുടെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. എന്നാലോ വമൻ അസാഅ, ഇനി ഒരുത്തൻ പേരിന് മുസ്ലിമായി
എന്നിട്ട് വീണ്ടും അവൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് എന്ത് തിന്മയാണോ ചെയ്തത് അതേ അവസ്ഥയിൽ ഇസ്ലാമിനെ മോശമാക്കി അവൻ ജീവിച്ചാൽ ഉഖിദ ബി അമലിഹി ഫിൽ ജാഹിലിയ്യത്തി വൽ ഇസ്ലാം. കാരണം മുസ്ലിമായിട്ടും കലിമ ചൊല്ലിയിട്ട് ഒരു മാറ്റവും. പഴയ ആളിന് എപ്പോഴും പേര് ആമൻ മാറി വേറെന്തോന്നായിട്ടുണ്ടാവും, പേരും മുസ്ലിം എന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പല രജിസ്റ്ററിലും മതം ചോദിക്കുമ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതല്ലാത്തൊരു മാറ്റവും അവനില്ല എങ്കിൽ അവൻ ജാഹിലിയത്തിൽ ചെയ്ത, ഇസ്ലാമിന് മുമ്പ് ചെയ്ത തിന്മയുടെ പേരിലും ശിക്ഷിക്കപ്പെടും, ഇസ്ലാം ആയതിന് ശേഷവുമുള്ള തിന്മക്കും അവൻ ശിക്ഷിക്കപ്പെടും. രണ്ടും പഴയത് അല്ലാഹ് ശിക്ഷിക്കും. എന്താ കാരണം? പഴയതും പുതിയതും തമ്മിലൊരു മാറ്റമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പേരിന് മുസ്ലിങ്ങളായാൽ പോരാ, യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ പഴയത് പൊറുക്കപ്പെടും, പുതിയതും പൊറുക്കപ്പെടും. പേരിൽ മാത്രമാണ് മാപ്പിള എങ്കിൽ ശരിയായ ഇസ്ലാമായിട്ടില്ല. സർക്കാരിന്റെ കണക്കെടുപ്പിൽ മാത്രമാണ് ഇസ്ലാമിന്റെ പേരുള്ളത്, ജാതി സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് ഉള്ളത് എങ്കിൽ അവന് പഴയതിന്റെ ശിക്ഷയും ഉണ്ടാകും, പുതിയതിന്റെ ശിക്ഷയും ഉണ്ടാകും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശരിയായ അവസ്ഥയിൽ വിശ്വാസികളായി മാറുവാൻ, അങ്ങനെയുള്ള വിശ്വാസികളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.